വയനാട്ടിലെ ഓരോ മണ്ഡലത്തിലും 4 മുതൽ 5% വരെ പോളിംഗ് വർധനമുണ്ടായിട്ടുണ്ട്. 3 മണ്ഡലങ്ങളിലും മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ശക്തമായ മത്സരമാണ് ഇത്തവണ നടന്നത്. പഞ്ചായത്ത് വാർഡുകളിൽ നേടുന്ന ഭൂരിപക്ഷം പോലും നോക്കിയാണ് മുന്നണികൾ വിജയവും പരാജയവും കണക്കുകൂട്ടിയിരുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള സുൽത്താൻ ബത്തേരിയിൽ പോളിംഗ് 78.32%. BDJS-ന് സ്വാധീനമുള്ള 3 പഞ്ചായത്തുകൾ NDA സ്ഥാനാർത്ഥി CK ജാനുവിന് പ്രതീക്ഷയാകുന്നു. SNDP വോട്ടുകൾ കാലങ്ങളായി UDF-ന് ലഭിച്ചിരുന്നതിനാൽ തന്നെ ബത്തേരിയിൽ LDF-ഉം വിജയപ്രതീക്ഷയിലാണ്. പരമ്പരാഗത ആദിവാസി വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാവില്ലെന്ന വിശ്വാസമാണ് UDF-നുള്ളത്. മാനന്തവാടിയിൽ 77.67% പോളിംഗ്. ഈ മണ്ഡലത്തിലെ അവസ്ഥയും മറിച്ചല്ല. ആദിവാസി വിഭാഗത്തിലുള്ളവർ ഏറെയുള്ള മണ്ഡലത്തിൽ തിരുനെല്ലി പഞ്ചായത്തിലും മാനന്തവാടി നഗരസഭയിലുമുള്ള മേൽക്കൈയാണ് LDF-ന് അനുകൂല ഘടകം. വെള്ളമുണ്ട, തവിഞ്ഞാൽ, പനമരം പഞ്ചായത്തുകളിലാണ് UDF-ന്റെ പ്രതീക്ഷ. പൂർണ്ണമായും തോട്ടമേഖലയായ കൽപ്പറ്റയിലാണ് ജില്ലയിൽ കൂടുതൽ പോളിംഗ് നടന്നത്. 78.48%. തോട്ടമേഖലയിലെ പഞ്ചായത്തുകളായ വൈത്തിരി, പൊഴുതന എന്നിവിടങ്ങളിലും കാർഷിക മേഖലയായ കോട്ടത്തറ പഞ്ചായത്തിലുമാണ് LDF-ന്റെ പ്രതീക്ഷ. തോട്ടമേഖലയിലെ തന്നെ മേപ്പാടി, മൂപ്പൈനാട് പഞ്ചായത്തുകളും ഇടത്തട്ടുകാർ ധാരാളമായുള്ള മുട്ടിൽ, കണിയാമ്പറ്റ, വെങ്ങപ്പള്ളി പഞ്ചായത്തും കൽപ്പറ്റ നഗരസഭയും UDF-ന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പും തുടർന്നു വന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വോട്ടിംഗ് ശതമാനമുയർത്തിയ BJP NDA-യിലൂടെ ശക്തി പ്രാപിച്ചതും ജില്ലയിലെ വോട്ടിംഗ് ശതമാന വർധനവിന് കാരണമായേക്കാം. 3 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും പ്രചാരണം നടത്തിയിരുന്നത്. പലയിടങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന വോട്ടുകളെല്ലാം പെട്ടിയിലാക്കാൻ സാധിച്ചുവെന്നാണ് പോളിംഗിന് ശേഷം NDA വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. ഇത് കൃത്യമാണെങ്കിൽ NDA നേടുന്ന വോട്ടുകളായിരിക്കും ജില്ലയിലെ 3 മണ്ഡലങ്ങളിലെയും ജയപരാജയങ്ങളിൽ നിർണായകമാവുക. മീഡിയ 1 വയനാട്.